Hello everyone. എൻ്റെ പേര് ശരത്തേക്ക്. യു ഗൈസ് കൻ കോൾ മീ AK by the way. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5,000 rupees ഞാൻ എങ്ങനെയാണ് ന്യൂയോർക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. യെസ്, ഐ അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് തമിഴിലും ഈ ന്യൂയോർക്ക് സ്റ്റോക്ക് മാർക്കറ്റും ഇതൊക്കെ ഈ ടൈംസ് ഒക്കെ ഒരുപാട് ഡൗട്ട് ഉണ്ടെന്നറിയാം. ഡോണ്ട് വറി ഗൈസ്. ആക്ച്വലി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മൾ ഒരുമിച്ച് പഠിക്കാം, നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം ആൻഡ് നമുക്ക് ഒരുമിച്ച് പൈസ ഉണ്ടാക്കാം. ഓക്കെ, സോ ഷാൽ വി ഗെറ്റ് ഇൻടു ദ വീഡിയോ. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട കുറച്ച് അത്യാവശ്യ കാര്യങ്ങളുണ്ട്. അതായത് മാർക്കറ്റിനെ പറ്റി മനസ്സിലാക്കുക. സോ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ന്യൂസ് ഫോളോ ചെയ്യും. അതിന് നമുക്ക് ബെസ്റ്റ് ന്യൂസ് കാണുന്നതായിരിക്കും. 1 hour ബാക്കിൽ നമ്മൾ ന്യൂസ് കാണാൻ തുടങ്ങി വെച്ചാൽ ഏകദേശം ഒരു ഓവറോൾ ന്യൂസ് നമുക്ക് കവർ ചെയ്ത് കിട്ടും. ന്യൂസ് ആർട്ടിക്കിൾസ് CNBC, ബെൻസിംഗ അങ്ങനത്തെ കുറച്ച് വെബ്സൈറ്റ്സ് ഉണ്ട്. അതിൽ നമുക്ക് ന്യൂസ് ആർട്ടിക്കിൾസ് റീഡ് ചെയ്യാം. നമ്മുടെ നാട്ടിലൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് മണി കൺട്രോൾ നമ്മൾ യൂസ് ചെയ്യില്ല, അതുപോലെ തന്നെയാണ് ഇവിടെ CNBC, ബെൻസിംഗ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. ആൻഡ് അങ്ങനെ അപ്ഡേറ്റ് ചെയ്താൽ മതി. നമ്മൾ മാർക്കറ്റിൻ്റെ A to Z അറിയണമെന്നില്ല, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. വെറുതെ പോയി ട്രേഡ് ചെയ്തിട്ട് നമുക്ക് കാര്യമില്ല. എന്തെങ്കിലും അറിഞ്ഞിട്ട് നമ്മൾ ട്രേഡ് ചെയ്യണം, അതിനനുസരിച്ച് വേണം ട്രേഡ് എടുക്കാൻ. സോ എൻ്റെ സ്റ്റോക്ക് സെലക്ഷൻ ടുഡേ വാസ് ആക്ച്വലി ടെസ്ല, നിവിഡിയ ആൻഡ് AMD. ആക്ച്വലി വലിയ ന്യൂസസ് ഒന്നും മാർക്കറ്റിലില്ലായിരുന്നു. സോ ഞാൻ നമ്മുടെ റെഗുലറായിട്ട് ഞാൻ കുറച്ച് നോക്കുന്ന സ്റ്റോക്സ് ഉണ്ട്, അത് മാത്രമേ ഞാൻ ഇന്ന് നോക്കിയിട്ടുള്ളൂ. സോ ടെസ്ല വെച്ച് സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ. ആക്ച്വലി ടെസ്ല നമുക്കൊരു പ്രീവിയസ് ഡേയ്സിലൊക്കെ നല്ല മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ടെസ്ലൻ്റെ പ്രീമിയം കുറച്ച് കൂടുതലായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നൊരു പ്രത്യേകതയുണ്ട്. എന്താ പറയുക, ടുഡേ ഈസ് ഫ്രൈഡേ ആയാലും എന്തായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്? US മാർക്കറ്റിൽ ഫ്രൈഡേ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഫ്രൈഡേ ആണ് ഓപ്ഷൻ എക്സ്പയർ ഉള്ളത്. സോ നമുക്ക് കുറച്ചുകൂടി ചീപ്പായിട്ട് നമുക്ക് കിട്ടും ഓപ്ഷൻസ്. സോ ഇറ്റ്സ് എ ഗുഡ് ഡേ ഫോർ അസ്. ടെസ്ല കൂടാതെ തന്നെ നമ്മൾ AMD, നിവിഡിയ ഇതും വാച്ച് ലിസ്റ്റിലുണ്ട്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹൈയും ലോ മാർക്ക് ചെയ്യുന്നതാണ്. ഇതൊരു സിമ്പിൾ സ്ട്രാറ്റജിയാണ്. അതായത് ഹൈ ബ്രേക്ക്, ലോ ബ്രേക്ക് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഇതെല്ലാം നമുക്ക് ഒത്തിരി സ്ട്രാറ്റജീസ് ഉണ്ട്, പക്ഷേ ഒരു സിമ്പിൾ സ്ട്രാറ്റജിയാണ്. ഇത് നമുക്ക് ഈസിലി കവർ ചെയ്യാം. അതായത് പ്രോഫിറ്റ് മേക്ക് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി ആർക്ക് വേണമെങ്കിൽ ചെയ്യാം. സി ഗൈസ്, ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഹൈയും ലോ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ ഒരു പൊട്ടൻഷ്യൽ പ്ലേ. നമുക്കൊരു ഹൈയോ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു പുഷ് കിട്ടും, അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. നിങ്ങൾ തന്നെ ആലോചിക്കുന്നുണ്ടാവും, ലൈക്ക് ഇതൊരു സ്കാൽപ്പിംഗ് പ്ലേ പോലെ തോന്നുന്നുണ്ട്. അതായത് ട്രേഡിങ്ങിലുള്ളവർക്ക് തോന്നുന്നുണ്ടാവും സ്കാൽപ്പിംഗ് പ്ലേ അല്ലേ. യെസ്, ഐ എം ഡൂയിങ് സ്കാൽപ്പിംഗ്. ആക്ച്വലി ഞാൻ ട്രേഡ് ചെയ്യുന്നത് ആക്ച്വലി ഒരു ആദ്യത്തെ ഒരു 1 hour മാത്രമേ ഞാൻ ട്രേഡ് ചെയ്യുന്നുള്ളൂ. മതി, നമുക്ക് അത്യാവശ്യം ക്യാഷ് മേക്ക് ചെയ്യാൻ 1 hour പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഫുൾ ഡേ ഇരിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ടെസ്ല, നിവിഡിയ, AMD എല്ലാം നമ്മുടെ മാർക്കിങ്സ് ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് മാർക്കറ്റ് ഓപ്പൺ ആവട്ടെ. ഓക്കെ, ഞാൻ ടെസ്ല ഫസ്റ്റ് മിനിറ്റിൽ തന്നെ എടുത്തു. ടെസ്ലയിൽ കുറച്ച് എനിക്ക് വീക്ക്നെസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ടെസ്ലയിൽ വീക്ക്നെസ് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൾസോ നമുക്കിവിടെ കാണാൻ കുറച്ചൊരു റെസിസ്റ്റൻസ് ഇവിടെ, അതായത് വിക്കൊക്കെ കണ്ടില്ലേ ഇവിടെ. സോ നമുക്ക് റെസിസ്റ്റൻസ് ഫീൽ ചെയ്തു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, അതായത് ടെസ്ല കുറച്ച് താഴത്തേക്ക് വരാൻ ചാൻസസ് ഉണ്ടാകുന്നത്. സോ ഇനീഷ്യൽ ഫസ്റ്റ് മിനിറ്റ് തന്നെ നമ്മുടെ ലോ ബ്രേക്ക് ചെയ്യാനായിരുന്നു കണ്ടപ്പോൾ ഞാനൊരു എൻട്രി എടുത്തു, അതായത് ഒരു PE എടുത്തു. ദെൻ നമ്മൾ എക്സിറ്റ് ചെയ്തത് ഏകദേശം ഈ ഒരു സെക്കൻഡ് ക്യാൻഡിൽ, അതായത് 1 മിനിറ്റ് ഞാൻ ഹോൾഡ് ചെയ്തു. എന്നിട്ട് ആ സെക്കൻഡ് ക്യാൻഡിൽ കുറച്ച് ഗ്രീനായിരുന്നു, ഞാനതിന് എക്സിറ്റ് ചെയ്തു. പക്ഷേ നമുക്ക് നമ്മുടെ ഫേവറബിൾ ആയിരുന്നു. അതായത് പ്രീമിയം നന്നായി റൈസ് ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് നല്ല ഫേവറബിൾ ആയിട്ട് നമുക്ക് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം ഏകദേശം ഒരു $38 നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. അതായത് നാട്ടിലെ ക്യാഷ് അനുസരിച്ച് ഒരു 2,850 രൂപ. സോ നമുക്ക് ബ്രോക്കറേജ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു 2,700 rupees നമുക്ക് കിട്ടും. ഫസ്റ്റ് 2 മിനിറ്റ്സിൽ തന്നെ 2,700 രൂപ വെച്ചാൽ ഇറ്റ്സ് ഗുഡ് ട്രൈ. ആൻഡ് ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു ഗ്രീനിലാണ് എൻഡ് ചെയ്തത്. സോ ഓക്കെ ആയിരുന്നു. ഗ്രീനിൽ എൻഡ് ചെയ്താൽ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി റിസ്ക് ടേക്കിംഗ് കേപ്പബിലിറ്റി നമുക്ക് കുറച്ച് കൂടുതലായിരിക്കും. ആൻഡ് നമുക്കൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യും. സോ ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തു. ടെസ്ല കുറച്ച് നേരം നോക്കി, ബാക്കിയുള്ള സ്റ്റോക്സൊക്കെ മാറി നോക്കി. പിന്നെ നമുക്ക് ടെസ്ലയിൽ എനിക്ക് അങ്ങനെ ഹോപ്പില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു പക്ഷേ AMD ആൻഡ് നിവിഡിയയിലോട്ട് പോയി. AMD ആൻഡ് നിവിഡിയ ബേസിക്കലി ഒരു ചിപ്പ് മാനുഫാക്ചറിങ് ഒരു കമ്പനിയാണ്. സോ രണ്ടിലും ഏകദേശം ഞാൻ ശ്രദ്ധിച്ചതനുസരിച്ചിട്ട് മൂവ്മെൻറ്റ്സ് ഒക്കെ ഏകദേശം ഒരേ ടൈമിലൊക്കെ വരാം. സോ ഞാൻ AMD ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് ബ്രേക്ക് ഔട്ട്സ്, അതായത് ലെവൽ ബ്രേക്കൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു.
നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ മനസ്സിലാവും. ലെവൽ ബ്രേക്ക് ആയി, അതായത് മാർക്കിങ്സ് ലൈക്ക് പ്രീ മാർക്കറ്റ് ലോ ഒക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അവിടെ എൻട്രി എടുക്കാൻ സാധിച്ചില്ല. സോ ഞാൻ AMD വിട്ടിട്ട് ഞാൻ അതിനെ നിവിഡിയയിലോട്ട് പോകും. ആൻഡ് നിവിഡിയയിലാണെങ്കിൽ ആദ്യത്തെ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് പ്രീ മാർക്കറ്റ് ഒരു ലെവൽ ബ്രേക്ക് ചെയ്തു ഓൾറെഡി. സോ ഞാൻ എന്തായാലും ഒന്നും അപ്പം തന്നെ എടുത്തു വെച്ചാൽ അതൊരു മാതിരി ചേസിങ് ആയി പോകും. സോ ഞാൻ വെയിറ്റ് ചെയ്തു. അതായത് ഒരു ട്രേഡർ എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു മോസ്റ്റ് ഓഫ് ദ ടൈം, അതായത് നമ്മളിപ്പോൾ 1 മണിക്കൂർ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെ 50 മിനിറ്റ്സും നമ്മൾ വെയിറ്റിംഗ് ആയിരിക്കും, അതിൽ 10 മിനിറ്റ്സ് നമ്മൾ ട്രേഡ് ചെയ്യുള്ളൂ. ഓക്കെ, സോ ഞാൻ വെയിറ്റ് ചെയ്തു. ആൻഡ് നമുക്ക് ഇവിടെ സെക്കൻഡ് മാർക്കിങ്സ് നിങ്ങൾക്ക് നോക്കി കാണാം. ഈ സെക്കൻഡ് മാർക്കിങ്സ് ആണ് പ്രീവിയസ് ഡേ ലോ. ഈ പ്രീവിയസ് ഡേ ലോൻ്റെ അവിടെ എത്തിയപ്പോൾ എനിക്ക് ഐ വാസ് ഷുവർ എനിക്ക് കുറച്ച് ബ്രേക്ക് വന്നത് ഞാൻ അതിൽ ഒരു PE എൻട്രി എടുത്തു. ആ ഒരു PE നമുക്ക് ഫേവറബിൾ ആയിരുന്നു. നമുക്ക് ഏകദേശം നല്ലൊരു അറൗണ്ട് $50 ഒക്കെ മൂവ് ആയി. പക്ഷേ ഞാൻ എക്സിറ്റ് ചെയ്തത് നെക്സ്റ്റ് ക്യാൻഡിൽ ഗ്രീൻ ഫോം ചെയ്തു. എനിക്ക് കുഴപ്പമില്ലാതെ ഗ്രീൻ ആയിട്ട് തന്നെ അവസാനിക്കുന്ന എനിക്കൊരു ഫീൽ വന്നു. അപ്പോൾ ഞാൻ ഏകദേശം അതിനെ എക്സിറ്റ് ചെയ്തു. ഓക്കെ, എക്സിറ്റ് ചെയ്തു വിത്ത് അറൗണ്ട് $32 ഐ തിങ്ക്, $30 to $33. ആ $33 എന്ന് പറഞ്ഞാൽ ഒരു അറൗണ്ട് ലൈക്ക് 2500 നമുക്കൊരു ബ്രോക്കറേജ് ₹150 പോവും. ഓക്കെ ഫൈൻ, ദാറ്റ്സ് ഓക്കെ. 2500 നമ്മളത് മേക്ക് ചെയ്തു. ആ ട്രേഡ് അവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ഏകദേശം $67 നമ്മൾ പ്രോഫിറ്റിലാണ് കിട്ടുന്നത്. വിത്തൗട്ട് ബ്രോക്കറേജ് കാൽക്കുലേറ്റ് ചെയ്യാതെ നമുക്ക് ₹67 പ്രോഫിറ്റ് ഉണ്ട്. സോ വി ആർ ഗുഡ് ടുഡേ. ഇനിയുള്ള ട്രേഡ്സ് ഞാൻ മോസ്റ്റ്ലി നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മാത്രമേ എടുക്കുള്ളൂ. നമുക്കിപ്പോൾ ഓൾറെഡി നല്ലൊരു പ്രോഫിറ്റ് ആയിട്ടുണ്ട്. സോ എന്തിനാണ് ഇനി ഒരുപാട് ഓവർ ട്രേഡ് ചെയ്യുന്നതും മോശമാണ്, റൈറ്റ് ഗൈസ്? സോ പേഷ്യൻസ്, പിന്നെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. ദാറ്റ് ഡേ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കണ്ടില്ല, ഓർ നമുക്ക് ഫേവറബിളായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഞാൻ കണ്ടില്ല. ലൈക്ക് ഒരു 1 hour, അതായത് ഞാൻ ആക്ച്വലി 1 hour മാത്രം ട്രേഡ് ചെയ്തു. 1 hour നമുക്ക് കിട്ടുന്ന ട്രേഡ്സ് എടുക്കും. സോ ബാക്കിയുള്ള ടൈമിൽ ഇത് ഏകദേശം ഈ 2 trades ഓൾമോസ്റ്റ് 30 മിനിറ്റ്സിനുള്ളിൽ തന്നെ തീർന്നു. ബാക്കി 30 മിനിറ്റ്സിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും വന്നില്ല. സോ അവിടെ നമ്മൾ ഏകദേശം ക്ലോസ് ചെയ്തു ട്രേഡ്. ആൻഡ് ഗ്രീൻ ഫോർ ദ ഡേ ഏകദേശം $67 നമ്മൾ ഉണ്ടാക്കി, അതായത് ₹5,000. ഇങ്ങനെയാണ് ഉണ്ടാക്കിയത്. ടോട്ടലി സിമ്പിൾ. ഫസ്റ്റ് 1 hour മാത്രം വർക്ക് ചെയ്തിട്ട് ഈ ഒരു ₹5,000 ഉണ്ടാക്കുക എന്ന് വെച്ചാൽ സ്കൂളിനോ ഇത് നിങ്ങൾക്കും ചെയ്യാവുന്നതായിരുന്നു. യു ജസ്റ്റ് ഹാവ് ടു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് വെയിറ്റ്. നമ്മുടെ വീഡിയോസ് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെയാണ് US മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റുക, പിന്നെ നമ്മൾ ഏതൊക്കെ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെയാണ് ന്യൂസൊക്കെ നന്നായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റ്സ്, തന്നെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയിൽ വരുന്നത്